മഹർഷി, മഹർഷി, അങ്ങെവിടെയാണ്? മഹർഷി, എനിക്കൊരു പ്രശ്നമുണ്ട്. എന്താണ് താങ്കൾക്ക് പ്രശ്നമുള്ളത്? മഹർഷി, താങ്കൾക്ക് ശിവശങ്കർ മഹാദേവൻ ആരാണെന്നറിയാമോ? ശിവശങ്കർ മഹാദേവനോ? കുറച്ച് തപസ് ചെയ്യേണ്ടി വരും. താങ്കൾ പ്രാർത്ഥിച്ചു. ഓം നമോ ശിവായ, ഓം നമോ ശിവായ. ഇതുപോലെ പറയും. ഓം നമോ ശിവായ. പ്രത്യക്ഷപ്പെടൂ. ശിവനോ? എനിക്ക് കാര്യം പറയാനുണ്ട്. എനിക്കെന്നെ റെഡി, ഷെഡി, ഗോ. ഞാൻ പറയുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ താങ്കൾ തപസ്യാണ് 1 മണിക്കൂർ. മഹാദേവ, കഴിഞ്ഞു. കൊച്ചിട്ടോയെ ചൂലേ ചൂലേ ചൂലേ. അടിപൊളി. കഴിഞ്ഞോ? സീതയെ വിവാഹം കഴിക്കാൻ മഹാദേവൻ വന്നിട്ട് എനിക്ക് ഉടനെ മഹാദേവനെ ഇട്ട് വേണം. കഴിഞ്ഞോ? കുറെ ദൂരമുണ്ട്. ഞാനിവിടെ എന്ത് ചെയ്യും? നോണ്ട് കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ കൈലാസ പർവ്വതത്തിൽ എൻ്റെ മഹാദേവൻ ഇരിക്കണം. ഇനി ഞാൻ പോട്ടെ. ഹനുമാനോ, താങ്കൾ എന്താണ് ഇവിടെ? ഞാൻ മഹാദേവനെ കാണാൻ വന്നത്. എന്തിനാ? നിനക്കൊരു കാര്യം അറിയാമോ? എന്ത്? മഹാദേവൻ പഴയ സ്റ്റോറി ഉണ്ട്. എന്ത്? പഴയ കഥ. പണ്ട് കൈലാസ പർവ്വതം എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ മഹാദേവൻ ശിവശങ്കർ മഹാദേവൻ എന്ന് പറഞ്ഞ ഒരാള് ജീവിച്ചു. ആ കുട്ടിക്ക് ആരുമില്ലാണ്ട് അനാഥനായിരുന്നു.
പ്രാർത്ഥിച്ച് അവിടെ എത്തി. വിഷ്ണുവിന് അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവനൊരു വരം നൽകി. എല്ലാത്തിൻ്റെ ഒരൊറ്റ സംഗതി, കൈലാസപർവ്വതത്തിൻ്റെ ഒരൊറ്റ ആള്, അതും ഭയങ്കര ശക്തിയേറിയ നീലകണ്ഠൻ, ശിവശങ്കർ, തൃക്കണ്ണ് ഓർക്കുന്ന ശിവൻ, നീലകണ്ഠൻ. അന്നേരമാണ് സംഭവിച്ചത്. കുറെ ആൾക്കാരെ വന്ന് അവനെ തല്ലിയിട്ടിട്ട് പോയി. അന്നേരം അവന്റെ തൃക്കണ്ണ് തുറന്നു. അവൻ ദേഷ്യത്തോടെ ഡാൻസ് കളിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ശിവൻ ഇങ്ങനെ ഉണ്ടായത്. എനിക്ക് നൃത്തം ചെയ്യാൻ അറിയാം, വേണമെങ്കിൽ തീർക്കാനും അറിയാം. കൈലാസപർവ്വതത്തിന്റെ ഒരൊറ്റ ആള് ഞാൻ തന്നെ. ഓം നാരായണ നമഃ, ഓം നാരായണ നമഃ, ഓം നാരായണ നമഃ, ഓം നമോ നാരായണ നമഃ. ദേഹം നേരിട്ടോ.